الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى صدق الله العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ എല്ലാവരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മുത്തഖീങ്ങളായി പുലരാനും ഒടുവിൽ അള്ളാഹുവിനുള്ള അനുസരണത്തോടുകൂടിയുള്ള അവസ്ഥയിൽ അഥവാ മുസ്ലിമായിരിക്കുന്ന അവസ്ഥയിൽ അവനിലേക്ക് മടങ്ങാനുമുള്ള മഹാഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ചരിത്രം കണ്ട ഏറ്റവും കൊടും ഫാസിസ്റ്റായിരുന്ന ഫറോവയുടെ മുമ്പിൽ പ്രബോധനം നിർവഹിച്ച കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. എല്ലാ സന്നാഹങ്ങളും കൊണ്ട് ഇസ്ലാമിക ദഅവത്തിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ എക്കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം ആ കുൽസിതമായ ആസൂത്രണങ്ങളെ തകർക്കുന്ന, അതിനെ പൊളിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിനെ നാമാവശേഷമാക്കുന്ന അള്ളാഹുവിന്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. വിശിഷ്യ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠവും സന്ദേശവുമാണ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ശത്രുവിന്റെ ശക്തി സന്നാഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അള്ളാഹുവിന്റെ ആസൂത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചിന്തകളിലെ വൈരുദ്ധ്യം. എത്ര കുൽസിതമായ
കുടിലമായ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ഒരു തന്ത്രമുണ്ടെന്നും അതുകൊണ്ട് അള്ളാഹുവിനെ കൂടെ കൂട്ടലാണ് വേണ്ടതെന്നും നേർക്കുനേരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ പോകൂ, ഭയക്കാതെ ഫിറഔന്റെ സവിധത്തിലേക്ക്. നിങ്ങൾ രണ്ടുപേർ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേർ മാത്രമല്ല, കൂടെ ഞാനുണ്ട്. കേട്ടും കണ്ടും കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ വാക്ക്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വന്തം നിയോഗം നിർവഹിക്കാൻ മുസ്ലിം ഉമ്മത്ത് സഹനാത്മകമായ സമർപ്പണത്തോടെ, ആത്മധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നാൽ ശത്രുവിന്റെ കുതന്ത്രങ്ങൾ അതെത്ര വിദഗ്ധമായിരുന്നാലും മികച്ചതായിരുന്നാലും അള്ളാഹുവിന്റെ തന്ത്രം അതിനെ പരാജയപ്പെടുത്തുകയും ഇസ്ലാമിക ദഅവത്ത് വിജയിക്കുകയും ചെയ്യും എന്ന പാഠം നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകേണ്ടതാണ്. ഇസ്ലാമിക ദഅവത്തിനെതിരിൽ ശത്രുവിന്റെ കുതന്ത്രങ്ങളെല്ലാം അവരെ തന്നെ തിരിഞ്ഞടിക്കുന്നതായിരിക്കും എന്നുകൂടി മൂസാ നബിയുടെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. കുടിലതന്ത്രം അത് പയറ്റുന്നവനെ തന്നെയാണ് ആത്യന്തികമായി ബാധിക്കുക എന്ന്. പ്രിയമുള്ളവരെ, നോക്കൂ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ പരാജയപ്പെടുത്താൻ ഫിറഔൻ സ്വീകരിച്ച മറ്റൊരു കുടിലതന്ത്രമായിരുന്നല്ലോ സാഹിറുകളുടെ, ഇന്ദ്രജാലക്കാരുടെ സമ്മേളനം, ഇന്ദ്രജാലക്കാരുടെ മത്സരം. ആ മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ആകാംക്ഷയോടുകൂടി ഒരു വൻ ജനാവലി ഒരു നാട് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സന്ദേശം സമർപ്പിച്ചിട്ട് അതിന്റെ തെളിവായി അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാകുന്ന മുഅ്ജിസത്തുകൾ സമർപ്പിച്ചപ്പോൾ ആ മുഅ്ജിസത്തുകളെ ഇന്ദ്രജാലം കൊണ്ട്, സിഹ്ർ കൊണ്ട് നേരിട്ട് കളയാം എന്ന് ഫിർഔൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നാട്ടിലെമ്പാടുമുള്ള വിദഗ്ധരായിട്ടുള്ള ഇന്ദ്രജാലക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുകയായിരുന്നു ഫറോവ ചെയ്തത് എന്ന് നമുക്കറിയാം. എന്നാൽ അവൻ വിളിച്ചുകൊണ്ടുവരുന്ന അതേ സാഹിറുകളെ കൊണ്ട്, അതേ ഇന്ദ്രജാലക്കാരെ കൊണ്ട് ഇസ്ലാമിക ദഅവത്ത് നടത്തണമെന്നായിരുന്നു അല്ലാഹുവിന്റെ പ്ലാൻ. സംഭവിച്ചതെന്ത് എന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം. കാടിളക്കി പ്രചരണം നടത്തി ആയിരക്കണക്കായ സാഹിറുകളെ സമ്മേളിപ്പിച്ചു. വളരെ വിദഗ്ധമായ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. വിളംബരം ചെയ്തു, വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ എന്നൊക്കെ വിളംബരം കൊട്ടി നാട് മുഴുവൻ അറിയിച്ച് ജനങ്ങളെ മുഴുവൻ കൂട്ടി സംഭവം തുടങ്ങാൻ പോവുകയാണ്. ഇസ്ലാമിക ദഅവത്ത് കേൾക്കാനും കാണാനും കാണികളെ സംഘടിപ്പിക്കുന്ന പണി കൂടി പടച്ചവൻ ഫിർഔനെ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വിദഗ്ധമായിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സംഭവം തുടങ്ങാൻ നേരം മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, ഖാല ലഹും മൂസാ അൽഖൂ മാ അൻതും മുൽഖൂൻ. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എറിയാനുള്ളതെല്ലാം നിങ്ങൾ എറിഞ്ഞുകൊള്ളുക. അവരുടെ കൈകളിൽ വടികളുണ്ടായിരുന്നു, അവരുടെ കൈകളിൽ കയറുകളുണ്ടായിരുന്നു. ആയിരക്കണക്കായ, പതിനായിരക്കണക്കായ ഈ കയറുകളും വടികളും എറിയുമ്പോൾ ആ ജാലവിദ്യയുടെ, ആ കണ്ണുകെട്ടിന്റെ കല കൊണ്ട് അത് കാണികൾക്ക് ചലിക്കുന്നതായി അനുഭവപ്പെടുമെന്നതാണ് ഇന്ദ്രജാലക്കാരുടെ കലാപ്രകടനം എന്ന് പറയുന്നത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്ക് എറിയാനുള്ളതെല്ലാം എറിയൂ എന്ന് പറഞ്ഞപ്പോൾ ഫഅൽഖൗ ഹിബാലഹും വഅസിയഹും വഖാലൂ ബിഇസ്സത്തി ഫിർഔന ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. നന്നായി ശ്രദ്ധിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കോടാനുകോടി മനുഷ്യർക്ക് വേണ്ടി
അന്ത്യനാൾ വരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ഇത്ര സൂക്ഷ്മവും വിശദവുമായിട്ട് ഈ ചരിത്രങ്ങൾ വിവരിച്ചു തരുമ്പോ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ ഒരു പൊരുളുണ്ടല്ലോ, അകംപൊരുളുണ്ടല്ലോ, അതിന്റെ യാഥാർത്ഥ്യമുണ്ടല്ലോ. അത് ഉൾക്കൊള്ളുവാൻ, പാഠം പഠിക്കുവാൻ സമകാലിക മുസ്ലിം ഉമ്മത്തിന് സാധ്യമാകേണ്ടതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തന്ത്രങ്ങൾ ശത്രുക്കൾക്ക് മാത്രമല്ല, ഏറ്റവും വലിയ തന്ത്രജ്ഞനായ അല്ലാഹു ഉണ്ട്. ആ അല്ലാഹുവിന്റെ ആസൂത്രണങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അവരുടെ കയർ കഷ്ണങ്ങളെല്ലാം, വടിക്കഷ്ണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞപ്പോൾ അതിളകുന്നതായി, അത് ചലിക്കുന്നതായി, അതിഴയുന്നതായി മൂസാ അലൈഹി ഇസ്ലാമിന് തന്നെ തോന്നുകയാണ്. ഒരു ചെറിയ സംഭ്രമം മൂസാ നബിയുടെ മനസ്സിലുണ്ടായി എന്നാണ്. ഒരു ചെറിയ സംഭ്രമം, ശത്രുവിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷെ അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, ഖുൽനാ ലാ തഖഫ്, ലാ തഖഫ്, പേടിക്കാതെ, ഭയക്കാതെ, വഅൽഖി അസാക്, നിന്റെ വടി താഴെയിടുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്നക അൻതൽ അഅല, നീ തന്നെയാണ് ഇന്ന് അതിജയിക്കാൻ പോകുന്നത്. സംഭ്രമം വേണ്ട, ഭീതി വേണ്ട. അങ്ങനെ മൂസാ അലൈഹിസ്സലാം വടിയിട്ടപ്പോൾ ഫഅൽഖാ മൂസാ അസാഹു ഫഇദാ ഹിയ തൽഖഫു മാ യഅഫികൂൻ, ആ നിർമ്മിതികളെയെല്ലാം വിഴുങ്ങുന്ന ഒരു ഉഗ്രസർപ്പമായിട്ട് അത് രൂപാന്തരപ്പെടുകയും ആ വ്യാജ നിർമ്മിതികളെ മുഴുവൻ വിഴുങ്ങിക്കളയുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് ലോകം, രാജ്യം, സദസ്സ്, നാട് അത്ഭുതത്തോടുകൂടി കാണുകയാണ്, അതിശയത്തോടുകൂടി നോക്കുകയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മാജിക് അല്ല, ഇന്ദ്രജാല പ്രകടനമല്ല എന്ന് ഏറ്റവും ആദ്യം ബോധ്യമായത് ആ ഇന്ദ്രജാല വിദഗ്ധന്മാർക്ക് തന്നെയായിരുന്നു. ഫഉൽഖിയ അസ്സഹറത്തു സാജിദീൻ, ഫഉൽഖിയ അസ്സഹറത്തു സാജിദീൻ, അവരെല്ലാം ഒന്നടങ്കം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്, സുജൂദിൽ വീഴുകയാണ്. ഖാലു, അവർ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. വളരെ കൃത്യതയോടുകൂടി എടുത്തു പറഞ്ഞു, റബ്ബി മൂസ വ ഹാറൂൻ, അഥവാ മൂസയും ഹാറൂനും പരിചയപ്പെടുത്തുന്ന ആ സർവലോക രക്ഷിതാവുണ്ടല്ലോ, ആ അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഈ സാഹിറുകൾ ഒന്നടങ്കം പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ചെലവഴിച്ച്, ഒരുപാട് ആസൂത്രണത്തോടുകൂടി, ഒരുപാട് കൊട്ടിഘോഷിച്ച് വിളംബരപ്പെടുത്തി നടത്തിയ ഫിർഔന്റെ ആ കുതന്ത്രത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല മാലോകരുടെ മുമ്പിൽ പൊളിച്ചടുക്കിയതിന്റെ ചിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് ചരിത്രമായി വിവരിച്ചു തരികയാണ്. തീർച്ചയായും ഈ ചരിത്രത്തിൽ ജീവിക്കുന്ന സമുദായത്തിന് പാഠമുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. പിന്നെ നമ്മൾ കാണുന്നത്, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രജാലക്കാരുടെ പ്രകടനങ്ങളല്ല, ഈമാനിന്റെ ഇന്ദ്രജാലമാണ്. നന്നായി മനസ്സിലാക്കണം. പിന്നെ നമ്മൾ കാണുന്നത് ഈമാനിന്റെ ഇന്ദ്രജാലമാണ്. അവർ ഈമാൻ പ്രഖ്യാപിക്കുകയും ആ ഈമാൻ അവർക്കുള്ളിൽ പ്രവർത്തിക്കുകയും നിമിഷ നേരം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാണുകയും അവരുടെ ജീവിതം സമൂലം മാറിത്തീരുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു തരികയാണ്. ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പ്രിയമുള്ളവരെ ഓർക്കണം, ആ സാഹിറുകളുടെ വ്യക്തിത്വത്തിൽ, അവരുടെ ജീവിത വീക്ഷണത്തിൽ, അവരുടെ നിലപാടുകളിൽ, അവരുടെ കാഴ്ചപ്പാടുകളിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഓർക്കണം, അവർ ഈ സദസ്സിലേക്ക് കടന്നു വന്നത്, അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വന്നത് യഥാർത്ഥത്തിൽ വലിയ ഭൗതിക പ്രലോഭനങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ ഫിർഔനോട് അവർ അന്വേഷിച്ച ഒരു കാര്യം, ഖാലൂ ബിഇസ്സത്തി ഫിർഔൻ, തീർച്ചയായും ഫിർഔനിന്റെ പ്രതാപമാണ് ഞങ്ങൾ ഇതിൽ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മത്സരിക്കാൻ വരുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ ഉള്ളിൽ ദുനിയാവിനെ കുറിച്ചുള്ള വലിയ മോഹങ്ങൾ ഉണ്ടായിരുന്നു. ആ മോഹങ്ങളാണ്
അവരെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഞങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുകയുണ്ടായി. എന്ത് പ്രതിഫലം കിട്ടും? അപ്പോൾ ആ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ മറുപടി, നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾ രാജാവിന്റെ ഏകാധിപതിയായ ഫറോവയുടെ മുഖറബുകളായി അടുത്തവരായി നിങ്ങൾ മാറുകയും ചെയ്യും. കേവലം സമ്മാനങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും, അങ്ങനെ ഈ മത്സരം തുടങ്ങാൻ നേരത്ത് ഫിർഔനിന്റെ പ്രതാപമാണ് സത്യം, ഇന്നാൻ ലനഹനുൽ ഗാലിബൂൻ, ഞങ്ങൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ പ്രവേശിച്ചത്. ആ ദുനിയാമോഹത്തിന്റെ ഇരമ്പുന്ന കടല് പോലെ ഉള്ളിലുള്ള ദുനിയാമോഹം അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറിപ്പോയതായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതാണ് ഈമാനിന്റെ ഇന്ദ്രജാലം എന്ന് പറയുന്നത്. പിന്നെ അവരതൊന്നും മോഹിക്കുന്നില്ല. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പേടികൾ അപ്രത്യക്ഷമാവുകയാണ്. ഈമാനിന്റെ പ്രകാശം പരന്നപ്പോൾ പ്രിയമുള്ളവരെ, ഭയത്തിന്റെ ഇരുട്ടുമുറികൾ അപ്രത്യക്ഷമാവുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഫിർഔനിന്റെ ഏറ്റവും വലിയ ഉഗ്രശാസനത്തിനും ഭീഷണിക്കും വിധേയമാവുകയുണ്ടായി. ഇതൊക്കെ കാലഘട്ടങ്ങളിൽ ആവർത്തിക്കപ്പെടും എന്നതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അതൊക്കെ വിശദമായി പറഞ്ഞു തന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഫിർഔൻ പറഞ്ഞു, ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ് സിഹ്ർ ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ഭീഷണി അവർ നേരിടുകയാണ്. ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയോ? എങ്കിൽ എനിക്ക് മനസ്സിലായി അവൻ നിങ്ങളെ ഇന്ദ്രജാലം പഠിപ്പിച്ച ഇന്ദ്രജാലത്തിന്റെ നിങ്ങളുടെ മഹാചാര്യനാണ് എന്നൊക്കെ ഫിർഔൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഭീഷണി പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. പ്രിയമുള്ളവരെ, ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി പേടി എന്ന് പറയുന്ന, ഭയം എന്ന് പറയുന്ന അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും ശക്തികളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഭയം എന്ന് പറയുന്നത് നിമിഷനേരം കൊണ്ട് നീങ്ങിപ്പോവുകയായിരുന്നു എന്ന് നമ്മൾ അറിയണം. അതാണ് സാഹിര്യങ്ങളുടെ ഉജ്ജ്വലമായ കഥയുടെ മറ്റൊരു പാഠം. മഹാനായ ഡോക്ടർ യൂസുഫുൽ ഖർളാവി ഇത് വിശകലനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അവർ ഈമാൻ പ്രഖ്യാപിച്ചതോടുകൂടി അവർ നിർഭയരായി തീർന്നു എന്ന്. ദുനിയാവിനെ സംബന്ധിച്ചുള്ള മോഹവും ആധിപത്യത്തെ സംബന്ധിച്ചുള്ള പേടികളും അവരുടെ ഹൃദയങ്ങളിൽ നിന്നില്ലാതായി പോയി. അതുകൊണ്ടാണ് അവര് ആ ഭീഷണിയുടെ മുമ്പിൽ പകച്ചു പോകാതിരുന്നത്. ലൗഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, നിങ്ങളെ പരസ്പര വിരുദ്ധമായി നിങ്ങളുടെ കരചരണങ്ങൾ ഞാൻ ഭേദിച്ചു കളയും, ഛേദിച്ചു കളയും. വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ, ഈ തപ്പന തടികളിൽ നിങ്ങളെ കുരിശിലേറ്റു ഞാൻ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതികരണം ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ഖാലൂ ലാ ലൈർ, ലാ ലൈർ, അതിനൊന്നും കുഴപ്പമില്ല, വിരോധമില്ല, സാരമില്ല, എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങളുടെ നാഥനിലേക്ക് എത്തിച്ചേരുന്നവരാണ് എന്ന്. നിമിഷനേരം കൊണ്ട് ഈമാൻ പ്രവർത്തിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈമാനിന്റെ കെമിസ്ട്രി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. നമുക്ക് പ്രായമാകുമ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പ്രയാസമാണെന്ന്, ശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന്. ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് തോന്നാം. ഈമാൻ എന്ന് പറയുന്ന അത്ഭുത രാസപ്രവർത്തനം നടക്കുമ്പോൾ പ്രായഭേദം പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുമ്പോൾ ആ പ്രവാചകന്റെ കൂടെ വന്നു ചേർന്നവർ, ആ മാറ്റത്തിന് വിധേയമായവർ ആദ്യകാല മുസ്ലിം സമൂഹം പ്രായമുള്ളവരായിരുന്നു, മുതിർന്നവരായിരുന്നു. ഒന്നോ രണ്ടോ കുട്ടികൾ ഒഴിച്ചാൽ, അല്ലെങ്കിൽ അലി ഇബ്നു അബീ താലിബിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ പ്രായമുള്ളവരായിരുന്നു.
പ്രായമുള്ളവരായതുകൊണ്ട് ശീലം മാറ്റാൻ പ്രയാസമുണ്ടായില്ല. ഇന്നലെ വരെയുള്ള കാഴ്ചപ്പാടുകൾ കൈയൊഴിയാൻ പ്രയാസമുണ്ടായില്ല. അത് ഈമാനിന്റെ അത്ഭുതകരമായ രാസപ്രവർത്തനമാണ് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ വമ്പിച്ച ഭീഷണി മുഴക്കിയ സന്ദർഭത്തിൽ അവരുടെ പ്രതികരണമാണ് ഖുർആൻ പറഞ്ഞത്, നീ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, അതൊന്നും വിഷയമല്ല. ഖാലൂ ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ ഫഖദി മാ അൻത ഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. ചരിത്രം കേട്ട ഏറ്റവും ഉജ്ജ്വലമായ ധൈര്യത്തിന്റെ, സാഹസികമായ ധൈര്യത്തിന്റെ, ഈമാനികമായ സ്ഥൈര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അവർ നടത്തിയത്. അവർ പറയുകയാണ്, അല്ല ഫിർഔൻ, നീ എന്തൊക്കെ പറഞ്ഞാലും, ഞങ്ങളെ കുരിശിൽ തറച്ചാലും, ഞങ്ങളുടെ കൈകാലുകൾ പരസ്പര വിരുദ്ധമായി ഛേദിച്ചാലും, ഞങ്ങളെ എങ്ങനെയൊക്കെ പേടിപ്പിച്ചാലും, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയ ഈ പരമസത്യങ്ങളുണ്ടല്ലോ, ഈ യാഥാർത്ഥ്യങ്ങളെ വിട്ട്, അതുപോലെ ഞങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ വിട്ട് നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുക എന്ന ഒരു സമീപനമുണ്ടല്ലോ, അതൊരിക്കലും ഉണ്ടാവുകയില്ല. ലൻ നുസിറക, അത്തരമൊരു സമീപനം ഞങ്ങളിൽ നിന്നുണ്ടാവുകയില്ല. പിന്നെ ഭീഷണി ചെയ്യും. ഫഖ്ലി മാ അൻത ഖാൽ, നീ വിധിക്കൂ, നീ വിധിച്ചോളൂ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിൽ മാത്രമല്ലേ നിനക്ക് വിധിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടും ആധിപത്യത്തെയും അധികാരത്തെയും സംബന്ധിച്ചുള്ള ഭയപ്പാടുകളും നീങ്ങിപ്പോയ ഈമാനിന്റെ മനസ്സിൽ നിന്നവർ പ്രതികരിച്ചതായി പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആർത്തിമൂത്ത് ദുനിയാവിന്റെ മോഹങ്ങളിൽ പ്രലോഭിതരായി മത്സരത്തിന് വന്ന സാഹിറുകൾ അവസാനം അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ നത്മഉ അൻ യഗ്ഫിറ ലനാ ഖതായാനാ അൻ കുന്നാ അവ്വലുൽ മുഅ്മിനീൻ, ഞങ്ങളാണല്ലോ ഇപ്പോൾ ആദ്യമായി മുഅ്മിനീങ്ങളായത്, അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നീ ഞങ്ങളെ നിർബന്ധിച്ച് ഈ മത്സരത്തിൽ വേഷം കെട്ടിച്ചല്ലോ, അങ്ങനെയുള്ള തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായല്ലോ, അതിന് ഞങ്ങളുടെ നാഥൻ പുറത്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലുള്ള പ്രതീക്ഷയാൽ ഹൃദയം നിറയുന്ന ഇന്ദ്രജാലക്കാരുടെ ചിത്രം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ദ്രജാലക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് ഈമാനിന്റെ ഇന്ദ്രജാലം നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ഈമാനിന്റെ ഈ ഇന്ദ്രജാലങ്ങൾ, വമ്പിച്ച മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ, അതിശയങ്ങൾ പ്രിയമുള്ളവരെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാണാൻ നമുക്ക് കണ്ണു വേണം എന്ന് മാത്രം. നമ്മുടെ ചുറ്റുപാടും ഈമാനിന്റെ അതിശയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈമാനിന്റെ മാന്ത്രികമായ അത്ഭുതങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ. ഹയാ എന്ന ബാലികയെ നിങ്ങൾക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ എന്റെ ചെരുപ്പും എന്റെ കുടയും എന്റെ പുസ്തകങ്ങളും എന്റെ ഉടുപ്പുകളും ആർക്കൊക്കെയാണ് നൽകേണ്ടതെന്ന് വസിയത്ത് എഴുതി വെച്ച് മരണപ്പെട്ടു പോയ ബാലികയായ ഹയ മുതൽ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്ഭുതകരമായ യുദ്ധതന്ത്രങ്ങളുമായി ഉത്തരാധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെയും സംവിധാനങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരാളികളെ നമ്മൾ അവിടെ കാണുന്നു. മരിച്ചു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കുട്ടികളോട് സ്വർഗത്തിലെ കഥകൾ കിന്നാരം ചൊല്ലുന്ന രക്ഷിതാക്കളെ നമ്മൾ കാണുന്നു. അബൂ ഉബൈദമാർ, കാലഘട്ടത്തിന്റെ അബൂ ഉബൈദമാരെ നമ്മൾ കാണുന്നു. സാലിഹ് അറൂരി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞല്ലോ, അവൻ നേടി എന്നാണ് അവർ പറഞ്ഞത്. ലോകത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, സാലിഹുൽ അറൂരിയുടെ മാതാവ് ലോകത്തോട് പറഞ്ഞത്, അവൻ കൊതിച്ചത്, അവൻ ആഗ്രഹിച്ചത് അവൻ നേടിയെടുത്തു എന്നാണ്. അങ്ങനെ കൊച്ചുഹയ മുതൽ നെഫർതരിമൂൺ വരെ, ഫ്ലോറിഡയിലെ 35-കാരിയായ നെഫർതരിമൂൺ എന്ന് പറയുന്ന പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു. അവർ പറഞ്ഞത്, ഗസയിലെ പോരാളികളുടെ ആ ജനതയുടെ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, ആ ചെറുത്തുനിൽപ്പ് കണ്ടിട്ടാണ്
എനിക്ക് ഇസ്ലാമിലേക്ക് ആകർഷണം തോന്നിയത് എന്നാണ് ആളുകൾ പറയാറുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ നേരിടുമ്പോൾ മനുഷ്യനൊരു അടിയുറപ്പുണ്ടാകും, അത് സ്വാഭാവികമാണെന്ന്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ജനത ഈ ചെറുത്തുനിൽപ്പിന്റെ അടിയുറപ്പ് നേടിയെടുത്തത് കേവലം അവരുടെ ദുരിതപർവത്തിന്റെ സഹനം കൊണ്ട് മാത്രമല്ല, അവരുടെ ഇസ്ലാം കൊണ്ടായിരുന്നു, അവരുടെ ഈമാൻ കൊണ്ടായിരുന്നു. അതിന്റെ വേരുകൾ അവരുടെ മതബോധത്തിലാണ് കിടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം. ആക്രമണങ്ങൾക്ക് പിന്നിൽ അടിയുറപ്പോട് നിന്നുകൊണ്ട് നേരിടാൻ കഴിയുന്നതിന്റെ പിന്നിൽ ഇസ്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ധാരാളം ആളുകൾ ഈ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈമാനിന്റെ ഇന്ദ്രജാലം ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നമുക്ക് കണ്ണ് വേണം, നോക്കാൻ നമുക്ക് കണ്ണ് വേണം, ചിന്തിക്കാൻ നമുക്ക് കൽബ് വേണം. അപ്പോൾ അത് ബോധ്യമാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് എന്ന് പറയുന്നത്, കാലഘട്ടത്തിന്റെ പ്രബോധന ദൗത്യം എന്ന് പറയുന്നത്, കൊടും ഫാഷിസ്റ്റ് ആയിരുന്ന ഫറോവയുടെ മുമ്പിൽ ധീരമായി എഴുന്നേറ്റ് നിൽക്കാൻ ഒരു സമൂഹവും പ്രവാചകനും സന്നദ്ധമായപ്പോൾ അല്ലാഹു ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ, കുൽസിത നീക്കങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് ഓരോ കുതന്ത്രവും അല്ലാഹു നശിപ്പിച്ചുകൊണ്ട് ആ ഇസ്ലാമിക ദൈവത്തിനെ വിജയിപ്പിച്ചതിന്റെ ഇന്നലകളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ ഉദ്ധരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ അല്ലാഹുവിന്റെ വഴിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ, മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധമായ അക്ഷരങ്ങൾ കേവലം അക്ഷരങ്ങൾ വായിച്ചാൽ പോരാ, ആ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ കാലഘട്ടത്തെ നിർത്തി വായിച്ചെടുക്കാൻ, പുനർവായന നടത്താൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അനുഗ്രഹീതമായ വെളിച്ചമാവുക, ഫലപ്രദമായ പ്രകാശമായി തീരുക എന്ന് നമ്മൾ അറിയുക. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.